ഇങ്ങനെയും ചില നന്മകൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. കോളേജ് അടച്ചാലും ഞങ്ങളൊക്കെ സാധാരണഗതിയിൽ വേല കഴിഞ്ഞ് തിരികെ പോരും. കേരളത്തിൻ്റെ ഒരു വളരെ പ്രത്യേകമായ ഒരുപാട് ആചാരങ്ങളും സംവിധാനങ്ങളും കലയും സംസ്കാരവും എല്ലാം ഇടകലർന്ന അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. പെട്ടെന്നൊരാശയം തോന്നും, നമുക്ക് ഒരു അനൗൺസ്മെന്റ് നടത്താം. അനൗൺസ്മെന്റ് ഇതായിരുന്നു: നമസ്കാരം, എൻ്റെ ചാനലിൽ കുറച്ച് ദിവസമേ ആയുള്ളൂ. വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾ കാണിച്ച വലിയ പിന്തുണയ്ക്കും സ്നേഹത്തിന് ഞാൻ വളരെ പ്രത്യേകമായി നന്ദി എല്ലാവരോടും രേഖപ്പെടുത്തുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ തിരക്കിനിടയിൽ പങ്കുവെക്കാൻ കഴിഞ്ഞില്ല. സൗഹൃദ സംഭാഷണങ്ങളിൽ പറഞ്ഞെങ്കിലും നിങ്ങളോടൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞില്ല. അത്തരം ചില അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഏതായാലും അധ്യാപകനായി പ്രവർത്തിച്ച കാലത്തെ കുറേ അനുഭവങ്ങളിൽ വളരെ ഏറെ എന്നെ സ്പർശിച്ച ഒരനുഭവമാണിത്. പാലക്കാട് ജില്ലയിലെ നെന്മാറ NSS കോളേജിൽ ഞാൻ അധ്യാപകനായി പ്രവർത്തിച്ചത് ദീർഘകാലമാണ്. ഒരുപക്ഷെ അധ്യാപകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുട്ടികൾ നൽകിയ സ്നേഹത്തെക്കുറിച്ച് ഞാനൊക്കെ പറഞ്ഞിരുന്നു. നല്ല മനുഷ്യർ, ഒരുപാട് സ്നേഹമുള്ളവരാണ് അവർ. അപ്പം അവരുടെ സ്നേഹം ഞാൻ നന്നായിട്ട് അനുഭവിച്ചതുമാണ്. പഴയൊരു പൂവമ്പഴത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞത് അവിടുത്തെ ഒരു അനുഭവമായിരുന്നു. ഇത് അന്ന് 2 വിദ്യാർത്ഥി സംഘടനകൾ പ്രബലമായൊരു കോളേജായിരുന്നു നെന്മാറ NSS കോളേജ്. ഞാൻ ആ കോളേജിൽ ചെന്ന കാലം തൊട്ട് സുദീർഘമായൊരു കാലയളവിൽ കോളേജിലെ ആർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റും പിന്നെ അവിടുത്തെ പരിസ്ഥിതി സംഘടനയായ പീകോക്ക് നേച്ചർ ക്ലബിൻ്റെ ചാർജും ഒക്കെ ഉണ്ടായിരുന്ന, അങ്ങനെ അവിടുത്തെ ഏതാണ്ട് പല സംഘടനകളുമായി കുട്ടികൾക്കിടയിലുള്ള പല സംഘടനകളുമായി ബന്ധപ്പെട്ട് സജീവമായാണ് ഉണ്ടായത്. അങ്ങനെ എനിക്ക് എൻ്റെ ക്ലാസ്സിലെ മാത്രമല്ല അവിടുത്തെ മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികളിലൊക്കെ തന്നെ നല്ല ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ മിടുക്കരായ ഒരുപാട് കുട്ടികൾ, ഞാൻ അവരെ പലരെയും ഓർക്കുകയാണ്. PC മിനി എന്ന എഴുത്തുകാരി ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് വിനയൻ, വളരെ നന്നായി സംസാരിക്കുന്ന വിനയന്. അങ്ങനെ ഒരുപാട് കുട്ടികൾ, ഞാൻ പേര് പറയാൻ പോയാൽ പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ ഇടയിൽ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തുള്ള നല്ലൊരു ബന്ധം കുട്ടികൾ തമ്മിലുണ്ടായിരുന്നു. ആ സമയത്താണ് കോളേജ് ആരംഭിച്ചിട്ട് 25 വർഷങ്ങൾ പൂർത്തീകരിച്ച അതിൻ്റെ ജൂബിലി ആഘോഷം. അന്ന് പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ നീണ്ടു നിന്ന, ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിന്ന കോളേജിലെ ഈ പരിപാടികളുടെ ഏതാണ്ട് വലിയൊരു ചുമതല ഏൽക്കേണ്ടി വന്നു. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപക സുഹൃത്തുക്കളെയും എല്ലാം ചേർത്ത് പിടിച്ച് മറ്റ് പബ്ലിക്കിൻ്റെ ഒക്കെ സഹകരണത്തോടെയാണ്. നെന്മാറ നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ലയിലെ വളരെ ഉൾപ്രദേശത്തുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിക്ക് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ തൃശ്ശൂർ പൂരത്തേക്കാളേറെ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ പ്രാധാന്യമുള്ളതാണ് നെന്മാറ വേല. 2 കരകൾ തമ്മിലുള്ള വെടിക്കെട്ടിൻ്റെ മത്സരമാണ് നെന്മാറയും വല്ലങ്കിയും. കോളേജ് അടച്ചാലും ഞങ്ങളൊക്കെ സാധാരണഗതിയിൽ വേല കഴിഞ്ഞ് തിരികെ പോരും. അപ്പം കേരളത്തിൻ്റെ ഒരു വളരെ പ്രത്യേകമായ ഒരുപാട് ആചാരങ്ങളും സംവിധാനങ്ങളും കലയും സംസ്കാരവും എല്ലാം ഇടകലർന്ന അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികളിൽ സത്യത്തിൽ രാഷ്ട്രീയ ബോധ്യങ്ങൾ നന്നായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നല്ല വൈകാരിക ബന്ധങ്ങളുള്ള കുട്ടികളാണ്. അപ്പോൾ അന്ന് ഈ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചാർജ് വഹിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. സത്യത്തിൽ വ്യക്തി എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ കുട്ടികൾ ഒരുമിച്ച് എന്നുള്ള കുട്ടികളുടെ പ്രവർത്തനമാണ്. പല സംഘടനകളിലായിരുന്നെങ്കിലും നിർഭാഗ്യം എന്ന് പറയുന്നത് ആ സമയത്താണ് ഒരു കാലത്ത് കേരളത്തിൽ ഒരുപാട് കോളിലൊക്കെ സൃഷ്ടിച്ച നെന്മാറയ്ക്കടുത്ത് ഒരു സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു വലിയ രാഷ്ട്രീയപരമായി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകം ഉണ്ടായത്. അത് ആ പ്രദേശത്ത് വലിയൊരു ഭീതിയും അതോടൊപ്പം തന്നെ ഒരർത്ഥത്തിൽ കുറച്ച് രാഷ്ട്രീയപരമായ ചേരിതിരിവൊക്കെ ഉണ്ടായ ആ ഒരു പശ്ചാത്തലം അവിടെ നിൽപ്പുണ്ട്. അതിനിടയിലാണ് ഈ ജൂബിലിയുടെ ആഘോഷങ്ങൾ വരുന്നത്. ജൂബിലിക്ക് കേരളത്തിലെ പ്രമുഖരായ ആളുകളെ സംഘടിപ്പിച്ചുള്ള പ്രോഗ്രാമുകളായിരുന്നു ജൂബിലിക്ക് വേണ്ടി വരുന്ന. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായ സ്ഥലമൊക്കെ
സംഘടിപ്പിച്ച് ആളുകൾക്ക് പാസ് വെച്ച് ഉള്ള പ്രോഗ്രാമുകൾ നടത്തിയായിരുന്നു നമ്മൾ മുമ്പോട്ട് പോയത്. അപ്പം അതിനിടയിൽ പ്രോഗ്രാമുകൾ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാർ, സിനിമ രംഗത്തുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രമുഖന്മാർ പങ്കെടുത്ത പല പരിപാടികൾ, കേരളത്തിലെ പ്രമുഖരായ കവികൾ പങ്കെടുത്ത കവിയരങ്ങ് ഉൾപ്പെടെ വളരെ വിപുലമായ വളരെ രസകരമായ പരിപാടികൾ മുമ്പോട്ട് പോവുകയാണ്. ഈ പ്രോഗ്രാം തീരുന്നതിൻ്റെ അവസാന ദിവസം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ടി മുഹമ്മദ് ബഷീർ സാറായിരുന്നു. അദ്ദേഹമായിരുന്നു ഉദ്ഘാടകൻ. അന്ന് എൻ്റെ അച്ഛൻ അന്ന് കേരളത്തിൻ്റെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ്. അച്ഛൻ അധ്യക്ഷൻ, അദ്ദേഹം മന്ത്രി, ഉദ്ഘാടകൻ. അങ്ങനെ അതിൻ്റെ പ്രോഗ്രാമിന് ശേഷം MG ശ്രീകുമാറിൻ്റെ ഗാനമേള. MG ശ്രീകുമാറിൻ്റെ ഗാനമേളയ്ക്ക് വേണ്ടി നേരത്തെ തന്നെ ആളുകൾ പാസ്സുള്ളവരെ എല്ലാം നമ്മൾ നേരത്തെ കയറാനുള്ള സംവിധാനം ചെയ്തു. ഒരുപാട് ആളുകൾ പുറത്തു നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ പോവുകയാണ്, ഗാനമേള കേൾക്കാൻ നിൽക്കുന്നില്ല. കാരണം പുറത്തുണ്ടായ രാഷ്ട്രീയ സംഘടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു. അന്ന് ഈ പരിപാടിയിൽ ഏറ്റവും സജീവമായി ഉണ്ടായിരുന്ന അധ്യാപകരിലൊരാൾ മുൻ MP കൂടിയായ ചന്ദ്രൻ പിള്ളയുടെ സഹോദരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ വാസുദേവൻ പിള്ള, പ്രൊഫസർ വാസുദേവൻ പിള്ള ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ദേവിദാസൻ, അങ്ങനെ കുറേ അധ്യാപക സുഹൃത്തുക്കൾ. അപ്പം ആലോചിച്ചപ്പോൾ ഈ കുട്ടികൾ അവർക്ക് കൊടുത്തിരുന്ന ഐഡൻറ്റിറ്റി ബാഡ്ജ് ഊരി കയ്യിൽ തന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഗാനമേളയ്ക്ക് നിൽക്കുന്നില്ല. പക്ഷേ വ്യക്തിപരമായി വലിയ പ്രയാസം തോന്നി. ഈ 6-7 ദിവസമായി രാത്രിയും പകലും ഈ പരിപാടികളെ മുഴുവൻ വിജയിപ്പിക്കാൻ ഇതിനോടൊപ്പം അഹോരാത്രം നിന്ന കുട്ടികൾ, ഒരു കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് തങ്ങളുടെ കലാലയത്തിൻ്റെ കലാപരിപാടികളും ആഘോഷങ്ങളും ഏറ്റവും മനോഹരമാക്കാൻ അവർ നടത്തിയിട്ടുള്ള ഒരു വലിയ ക്ഷീണമായ ശ്രമം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പം അവരില്ലാതെ സമാപനം നടക്കുന്നത് വല്ലാത്തൊരു മാനസിക വൈമുഖ്യം, പ്രയാസമുണ്ടാക്കി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എതിർചേരിയിലുള്ള മറ്റേ സംഘടനയിലെ കുട്ടികൾ അവരോടി വന്ന് ഞങ്ങളോട് പറഞ്ഞു, സാറേ അവരെ വിടരുത്, അവരിവിടെ നിൽക്കണം, അവർ ഈ പരിപാടിയിൽ പങ്കാളികളാകണം, എന്ത് വന്നാലും അവർക്കുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. സത്യം തുറന്നു പറയട്ടെ, എൻ്റെ അധ്യാപന ജീവിതത്തിൽ എനിക്കെൻ്റെ വിദ്യാർത്ഥികളെക്കുറിച്ച്, നമ്മുടെ വിദ്യാർത്ഥികളെക്കുറിച്ച് ഏറെ അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷമാണ്. ഈ അധ്വാനത്തിൻ്റെ, ഈ പ്രയാസത്തിൽ, ഈ സംഘാടനത്തിൻ്റെ ഇടയിൽ 2 തുള്ളി കണ്ണുനീര് താഴെ വീഴാതെ എൻ്റെ കണ്ണിലിങ്ങനെ നിന്നു. കാരണം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഒരു വലിയ വൈകാരികമായ മനസ്സോടെ സ്വന്തം സഹപാഠികളെ ചേർത്ത് പിടിക്കാൻ ആ കുട്ടികൾ കാണിച്ച മനസ്സ് കാലങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. പക്ഷെ ഇന്ന് ഞാനിതിവിടെ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഇപ്പോഴും എന്നെ കുറേയേറെ വികാരഭരിതനാക്കുന്നൊരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവർ വീട്ടിൽ പോകണ്ട, അവർക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ കാണിച്ച വലിയൊരു മനസ്സ്, അത് ഒരുപക്ഷെ ആ നാടിൻ്റെ പൂർവ്വസൂരികളുടെ, നാടിൻ്റെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ആ കുട്ടികൾ പലരും പിന്നീടൊക്കെ ഞാനുമായിട്ട് പലപ്പോഴും പല സന്ദർഭങ്ങളിലും വിളിക്കുകയും ഇടപെടുകയും ഇപ്പോഴും വിളിക്കാറുണ്ട്. അതുകൊണ്ട് അവരോട് ഞങ്ങൾ പറഞ്ഞു, പോകണ്ട, നിങ്ങളിവിടെ നിൽക്ക്, ഈ ശ്രീകുമാറിൻ്റെ ഗാനമേള കേട്ടു, MG ശ്രീകുമാറിൻ്റെ ഗാനമേള കേട്ടിട്ട് പോയാൽ മതി. നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിൽ അധ്യാപകരുടെ എല്ലാം പിന്തുണ ഉണ്ടായിരുന്നു. ആ ബലത്തിൽ കുട്ടികളോടെ നിന്നു. എങ്കിലും മനസ്സിൽ വല്ലാത്ത ഭയമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ പുറത്തുണ്ടായ രാഷ്ട്രീയ സംഘടനത്തിൻ്റെ എന്തെങ്കിലും ഒരു അനുരണനം നമ്മുടെ പരിപാടിയുടെ അവസാന സമയത്തേക്ക് കടന്നു വന്നാൽ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. ഞാൻ സ്വകാര്യമായി, അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ അവിടെ മന്ത്രിമാർക്കുണ്ട്, ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എൻ്റെ അച്ഛനോട് പറഞ്ഞു, ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉടനെ പോകരുത്, MG ശ്രീകുമാറിൻ്റെ ഗാനമേള തുടങ്ങിക്കഴിച്ചൊക്കെ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അവരങ്ങനെ പോകാതെ വിട്ടിരുന്നു. പക്ഷെ അപ്പോഴാണ് മനസ്സിൽ ഒരു ആശയം ഉണ്ടായത്. പെട്ടെന്ന്
ഈ പുറത്തൊരു വലിയ ജനാവലി നിൽപ്പുണ്ട്. അവർക്ക് ഗാനമേള പുറത്തുനിന്ന് കേൾക്കാനേ കഴിയും, നേരിട്ട് കാണാനായിട്ട് പറ്റുകയില്ല. കാരണം അതിന് മുഴുവൻ ചുറ്റും നമ്മൾ മറച്ചിട്ടുണ്ട്. അപ്പം അന്ന് അവിടുത്തെ കോളേജിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന NSSൻ്റെ കോളേജാണ്, NSSൻ്റെ അവിടുത്തെ യൂണിയൻ പ്രസിഡന്റ് മാഷ് ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ട്. പെട്ടെന്നൊരാശയം തോന്നി, നമുക്ക് ഒരു അനൗൺസ്മെന്റ് നടത്താം. ഇനി കയറാൻ പാസ്സുള്ള ആളുകൾ ആരുമില്ല, പുറത്തുള്ള ആളുകളുണ്ട്. അനൗൺസ്മെന്റ് ഇതായിരുന്നു: നിങ്ങളുടെയൊക്കെ ഒരു തലമുറ കെട്ടിപ്പൊക്കിയ, നിങ്ങളുടെയൊക്കെ വിയർപ്പും നിങ്ങളുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഭാഗമാണ് ഇനി കാണുന്ന കോളേജ്. ഈ കോളേജിൻ്റെ ഒരു ജൂബിലി ആഘോഷത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കലാപരിപാടികൾ പുറത്തുനിന്ന് കാണേണ്ടവരല്ല നിങ്ങളത് നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മളെ ചുറ്റുമുള്ള മറകൾ മാറ്റുകയാണ് എന്ന് പറഞ്ഞു. ആ മറകൾ നിമിഷം കൊണ്ട് അവിടെ കുട്ടികൾ എടുത്തു മാറ്റി. അങ്ങനെ പുറത്തു നിന്ന ആളുകൾക്കെല്ലാം ഗാനമേള, MG ശ്രീകുമാറിന്റെ ഗാനമേള നേരിട്ട് കേൾക്കാനും കാണാനുമുള്ള സന്ദർഭം. അതിന്റെ പിന്നിലൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ജനത്തിന്റെ ഒരു വലിയ ഹർഷാരവത്തിനിടയിൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു ആർക്കും അവിടെ കടന്നു വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല. ഗാനമേള അതിമനോഹരമായിട്ട് തീർന്നു. ഇപ്പം ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്, ഗാനമേളയ്ക്ക് വന്ന ജനക്കൂട്ടം വലിയ ജനക്കൂട്ടമായിരുന്നു. ഗാനമേള തീരുന്നിടം വരെ അവരെ അവിടെ തന്നെ നിന്ന് അവിടെ ഇരുന്ന് കേട്ട് ആസ്വദിച്ച് ആ പരിപാടി ഏറ്റവും ഗംഭീരമാക്കി. സത്യത്തിലെ 7 ദിവസം നീണ്ടു നിന്ന ഈ ഒരു ഉത്സവം, ആ നാടിൻ, ആ വിദ്യാലയത്തിൻ്റെ, കലാലയത്തിൻ്റെ ആ വലിയ ജൂബിലി ആഘോഷം, ഒരുപാട് നല്ല ചടങ്ങുകളും വളരെയേറെ നല്ല സന്ദർഭങ്ങളും ഞാൻ ഓർക്കുന്നുണ്ട് ആ പരിപാടികൾക്കിടയിൽ. പക്ഷേ സ്വന്തം സഹപാഠികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുകൂടി ഇല്ലെങ്കിൽ നമ്മുടെ ആഘോഷം പൂർണ്ണമാകുകയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മഹത്തരമായൊരു സംസ്കാരത്തെ പ്രോജ്വലിപ്പിച്ച അപൂർവമായൊരു നിമിഷമായിരുന്നു യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾ പറഞ്ഞ വാക്കുകൾ ഞാൻ സന്ദർഭത്തിൽ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക. അവരവരെ ചേർത്ത് പിടിച്ചു. എല്ലാവരും കൂടെ ഒരുമിച്ച്, എന്താ പറയുന്നത്, ഉത്സവം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പുറത്തേക്ക് ശ്രവിക്കുന്നതാണ്. ആ പുറത്തേക്ക് ശ്രവിക്കുന്ന കോളേജിൻ്റെ ജൂബിലിയുടെ ആഘോഷത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നാടിൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഓർക്കാൻ കഴിയുന്ന മഹത്തരമായ, ഒരുപക്ഷെ നെന്മാറ വേലയുടെ ഓർമ്മകൾ എന്നും പിന്തുടരുന്ന അവിടുത്തെ ഒരു സമൂഹത്തിന് അതിൻ്റെ വർണ്ണശബളമായ വെടിക്കെട്ടുകളുടെയും ആഘോഷങ്ങളെ പോലെ തന്നെ ഓർമ്മയിൽ കാസൂക്ഷിക്കാൻ കഴിഞ്ഞ ഒരു അപൂർവമായ ആഘോഷമായി ആ ചടങ്ങുകൾ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുക. ഞാൻ അവരോടൊക്കെ കാലങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ ഒരു അധ്യാപകനായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ നിങ്ങളെന്ന് കാണിച്ച മഹനീയമായ മാതൃക സത്യത്തിൽ കാലം അടയാളപ്പെടുത്തുന്ന അപൂർവമായ ഒരനുഭവമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞത് നിങ്ങളോടൊപ്പം പങ്കുവെക്കുമ്പോൾ നമ്മുടെ വർത്തമാനകാലത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ പലപ്പോഴും പോരാടുന്ന, ആവശ്യമില്ലാതെ സംഘടനകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയും ചില നന്മകൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. അതിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും, കാരണം ഒരു ആഘോഷവും ഒരു വികസനവും ഒരു പ്രവർത്തനവും ഒരുമിച്ച് ഒറ്റയ്ക്കൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനതിൻ്റെ ഒരു മുഖ്യ സംഘാടകന്മാരിൽ ഒരാളായിരുന്നെങ്കിലും എത്രയോ ആളുകളുടെ പിന്തുണയും സഹകരണവും അതിനെ ഏറ്റവും മനോഹരമാക്കിയത്. അവരോടൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹത്തോടെയോ എൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. ഒരിക്കൽ കൂടി അതിൽ പങ്കാളികളായ എല്ലാവരെയും ഓർത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ പിന്തുണ എൻ്റെ ഈ ചാനലിനുണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.